നമസ്കാരം. കണ്ണൂരിലെ കോൺഗ്രസിൽ വീണ്ടും തമ്മിലടി രൂക്ഷമാകുന്നു. മാടായി കോളേജിൽ വെച്ച് കോഴിക്കോട് എംപിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ MK രാഘവന് പൊതുജനമധ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. രാഘവന്റെ ബന്ധുവായ CPM പ്രവർത്തകന് കോളേജിൽ അധ്യാപന തസ്തികയിൽ നിയമനം നൽകിയതായിരുന്നു പ്രതിഷേധത്തിന് കാരണമായത്. ഇതിൽ പ്രതിഷേധിച്ച് DCC സെക്രട്ടറി രജിത് നാറാത്ത് ഉൾപ്പെടെയുള്ളവർ കൂട്ടരാജിക്ക് ഒരുങ്ങുകയാണ്. കല്യാശ്ശേരി, പയ്യന്നൂർ, കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റികളും രാജിക്കൊരുങ്ങുകയാണ്. MPക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ഇന്ന് നടത്തി. കോലം കത്തിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കണ്ണൂർ പഴയങ്ങാടിയിലാണ് MK രാഘവന്റെ കോലം കത്തിച്ചത്. രാഘവൻ ഒറ്റുകാരനാണെന്ന് പ്രകടനത്തിൽ മുദ്രാവാക്യമുയർന്നു. ഇന്നലെ അഭിമുഖത്തിനെത്തിയ രാഘവനെ കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു. തടഞ്ഞ 4 പ്രവർത്തകരെ കണ്ണൂർ DCC നേതൃത്വം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും അമർഷം കത്തുന്നുണ്ട്. പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് വിവാദമായ ഈ കോളേജ്. നിയമന നീക്കം വിവാദമായപ്പോൾ ഇന്നലെ DCC സെക്രട്ടറി എത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു. സസ്പെൻഷൻ പിൻവലിക്കാമെന്നും നിയമന കാര്യത്തിൽ ചർച്ച നടത്തുമെന്നുമാണ് അറിയിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ ബന്ധു ജോലിക്ക് കയറി. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ക്ഷുഭിതരാക്കിയത്. MK രാഘവനെ പൊതുജനമധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ തടയുകയും അപമാനിക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആയിരുന്നു വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. കാപ്പാടൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവരെയായിരുന്നു പുറത്താക്കിയത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. MK രാഘവൻ MPയെ വഴിയിൽ തടഞ്ഞ് ചോദ്യം ചെയ്യുകയായിരുന്നു പുറത്താക്കിയ കോൺഗ്രസ് പ്രവർത്തകർ. മാടായി കോളേജിലെ നിയമനത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. MK രാഘവൻ ചെയർമാനായ സഹകരണ സൊസൈറ്റിക്ക് കീഴിലുള്ളതാണ് കോളേജ്. രാഘവന്റെ ബന്ധുവായ CPM പ്രവർത്തകന് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു പ്രവർത്തകർ എതിർപ്പുമായി രംഗത്തെത്തിയത്. തുടർന്ന് കോളേജ് കവാടത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ MPയെ തടയുകയായിരുന്നു. MK രാഘവൻ ചെയർമാനായ ഈ കോളേജിൽ 2 അറ്റൻഡർ പോസ്റ്റിലേക്കായിരുന്നു നിയമനം നടത്താനിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ അഭിമുഖം. എന്നാൽ അഭിമുഖത്തിന് മുൻപ് തന്നെ MPയുടെ ബന്ധുവായ CPM പ്രവർത്തകന് നിയമനം നൽകാനുള്ള നീക്കമുണ്ടെന്നായിരുന്നു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. ഇതിനുവേണ്ടി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നും ആക്ഷേപമുണ്ട്. ശനിയാഴ്ച രാവിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നിരുന്നു. അഭിമുഖം നടത്താനിരുന്ന വേദിയിലേക്ക് രാവിലെയായിരുന്നു MP എത്തിയത്. MPയെ കവാടത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരായിരുന്നു തടഞ്ഞത്. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ MP കാറിൽ നിന്ന് ഇറങ്ങി നടന്നാണ് കോളേജിലെത്തിയത്. കോഴ വാങ്ങിയാണ് എതിർ പാർട്ടിക്കാരന് നിയമനം നൽകുന്നതെന്നായിരുന്നു പ്രവർത്തകരുടെ ആരോപണം. ഇതേ തുടർന്നായിരുന്നു പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. MK രാഘവനെതിരെ KC വേണുഗോപാലിന് പരാതി നൽകുമെന്നും പുറത്താക്കിയ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.